നന്ദിപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത സാമ്പത്തിക യാതൊരു നിയന്ത്രണവുമില്ലാതെ ചില രൂപയുടെ ഈ വ്യവസായത്തെ തകർക്കുന്ന ഒരു കാര്യങ്ങൾ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അടിയന്തരമായി എന്തെങ്കിലും നടപടിയെടുത്ത് എന്തെങ്കിലും ആശ്വാസ നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും അത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, ആർക്ക് വേണ്ടി ഭരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളാണ് പറയുന്നത്. സംഘർഷം എന്ന് പറയുന്ന യുദ്ധമാണ്. ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ഒരു കോണിൽ നടക്കുന്ന യുദ്ധം കേരളത്തിലെ വടകരയിലെ ആളുകളെ ബാധിക്കുമോ? ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചരിത്രം പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ കുട്ടികളോട് പറഞ്ഞു, മക്കളെ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അതുകൊണ്ട് സിൽക്ക് പാത എന്ന് പറയുന്ന സഞ്ചാരമാർഗം തടഞ്ഞു. ഒരു രസികം പയ്യൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഭാഷ എന്തിനാ ഇടങ്ങാറാക്കുന്നത്, ഇതെല്ലാം എന്തെല്ലാം ഓർമ്മിക്കണം. 1453 ഓരെന്തോ ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ എന്താ, അതങ്ങ് ഏടിയ. അതുപോലെ എൻ്റെ ഒരു ഓർമ്മയിൽ 1980 മുതൽ ഞാൻ നേരിട്ട് പല സംഘടനയുടെയും ഭാഗമായി ഇനിയൊരു യുദ്ധം വേണ്ട, ഹിരോഷിമകൾ ഇനി വേണ്ട. ചിലപ്പോ നിങ്ങൾ തന്നെ, ഇപ്പൊ ഇന്ന് സമരം ചെയ്യുന്ന നിങ്ങൾ തന്നെ, ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇയാൾക്ക് എന്താ സുഖയില്ലേ, ഇവിടെ എന്ത് യുദ്ധ അല്ലെ? ഈ യുദ്ധം എങ്ങനെയാണ് ബസ് ഓപ്പറേറ്റേഴ്സിനെ ബാധിക്കുക? യുദ്ധം എങ്ങനെയാണ് കച്ചവടക്കാരെ ബാധിക്കുന്നത്? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അവിടെയും നടക്കുന്ന യുദ്ധം കാരണം എണ്ണയുടെ വരവ് കുറയുന്നു, ഹോട്ടലുകൾ പ്രതിസന്ധിയിലാവുന്നു, വിറകിലേക്ക് തിരിച്ചു പോകുന്നു. വിറക് നോക്കി നടന്നു കേരളീയർ. അപ്പൊ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നടക്കുന്ന കാര്യം ഇങ്ങ് വടകരയിലും കേരളത്തിലും ഇന്ത്യയിലും ബാധിക്കുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. നിങ്ങളിപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ബസ് നടത്തിക്കൊണ്ടുപോകാൻ, ബസ് വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ സബ്സിഡികൾ തന്നാൽ മതി. ആ സബ്സിഡികൾ തരുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനുണ്ടാവുന്ന ബാധ്യതയോ? ഇവിടെ ഇപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉള്ള ഈ 4 ആഴ്ചക്കുള്ളിലുള്ള വർധനന്റെ ഭാഗമായി 1200 കോടി രൂപ കേരളത്തിലെ ഖജനാവിന് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ഖജനാവിന് കിട്ടുമ്പോൾ പ്രതിപക്ഷം എന്താ പറയാ? അത് ഒഴിവാക്കണം, അതിന്റെ ഭാഗമായുള്ള നികുതി ഒഴിവാക്കണം. ഇന്ന് ഭരിക്കുന്നവരോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നികുതി ഒഴിവാക്കണമെന്ന്. പക്ഷെ ഇന്ന് അവർ പറയുന്നു ഞങ്ങൾ മണ്ടന്മാരല്ല, 1200 കോടി ഒഴിവാക്കാൻ ഞാൻ എന്താ മണ്ടനാണോ? ഞാനല്ലേ? അങ്ങനെ ഒഴിവാക്കിയാൽ 2 രൂപയുടെ കുറവാ കിട്ടുക. 2018 നേരത്തെയുള്ള ഗവൺമെന്റ് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷെ പിന്നെ ഒഴിവാക്കിയില്ല. കോടിക്കണക്കിന് ഈ 1200 കോടി കേരളത്തിലെ ഖജനാവിന് കിട്ടുമ്പോ ഈ വർധനവിന്റെ ഭാഗമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വലിയ കമ്പനികൾക്ക് 2 ലക്ഷം കോടിയാണ് വർധനവ് ലാഭം. ചെറിയ പൈസ അല്ല. ഈ 2 ലക്ഷം കോടി വർധനവ് വരുന്ന ഈ വില വർധനവ് ഒഴിവാക്കാൻ ആഗോള ഭീമന്മാർ ശ്രമിക്കുമോ? ഇത് ആർക്ക് വേണ്ടിയായി കൂട്ടുന്നത്? എങ്ങനെയായി കൂട്ടൽ വന്നത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എങ്ങനെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഇത്രയധികം വർദ്ധിച്ചത്? എനിക്ക് തോന്നുന്നു 1947 1 ലിറ്റർ പെട്രോളിന്റെ വില ഇന്ത്യയിൽ 25 പൈസ. 2010 വരെ 33 റുപ്യ. 2014 ശേഷമാണ് വല്ലാത്ത ഇൻക്രീസ് ഉണ്ടായത്. എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാ? വില നിയന്ത്രണ അവകാശം എടുത്തു കളഞ്ഞു. നേരത്തെ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത് വില നിയന്ത്രണ അവകാശം ഒരു ഓയിൽ പൂളുണ്ട്. ആരാണ് വില നിയന്ത്രിക്കുക? സർക്കാരാണ്. എന്താണ് അതിന്റെ കാര്യം? അഖിലേന്ത്യാ ശരാശരിയിൽ ഒരു ബാരൽ പെട്രോളിന്റെ വില ഉയരുകയും താഴുകയും ചെയ്യാം. അങ്ങനെ ഉയരുന്ന സമയത്ത് കൂട്ടാനും കുറയുന്ന സമയത്ത് കുറക്കാനും അതുവഴി രാജ്യത്തിലെ ജനങ്ങൾക്ക് സഹായം നൽകാനും സർക്കാരിന് കഴിയുമായിരുന്നു. എന്നാൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സമയത്താണ് പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിലവർധനവിലുള്ള അവകാശം കമ്പനികൾക്ക് കൊടുത്തത്. അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ അതിനെ എതിർത്തു. ആ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ അധികാരത്തിൽ വന്നപ്പോ
പെട്രോളിന്റെ മാത്രമല്ല ഡീസലിന്റെ അധികാരം അവർക്ക് കൊടുത്തു. നോക്കൂ, ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് 70 രൂപ ഉണ്ടായിരുന്ന സമയത്ത് വില വർദ്ധിപ്പിച്ചു. 100 രൂപയായപ്പോൾ അതിനേക്കാൾ 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. എന്നാൽ അത് ഒരു ഘട്ടത്തിൽ വീണ്ടും 70 രൂപയായി. അപ്പൊ കുറക്കുവോ? കുറക്കൂല. കാരണം എന്താ? ഇവിടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ വളരെ കൃത്യമായ ഒരു പാഠമുണ്ട്. എന്താണ്? ഇപ്പൊ നമുക്കറിയാം, ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ബാങ്കിങ് മേഖലയിൽ വലിയ തകർച്ചയുണ്ടായി. ഞാനിത് പറയുന്നതെന്നറിയാം, ഇതൊന്നും പഠിക്കാതെ ഇനി പോയിട്ട് കാര്യമില്ല, ഒരു സമരം ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്തറിയോ? കമ്പോളത്തിൽ ഇടപെടരുത്. നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ആരും ഇടപെടാൻ പാടില്ല, ഈ മുതലാളിമാർ നോക്കിക്കൊള്ളും, കമ്പോളത്തിൽ ആരും ഇടപെടണ്ട. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ലാമാൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന 165 രാജ്യങ്ങളിൽ ശാഖകളുള്ള ഒരു വലിയ ബാങ്ക് തകർന്നു. ആ ബാങ്ക് തകർന്നപ്പോ നമ്മളൊരു ശബ്ദം കേട്ടു, അയ്യോ തകർന്നു പോയി കേട്ടോ, രക്ഷിക്കണം. ഈ ബാങ്ക് തകർന്നു പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ല് പോകും. അതുകൊണ്ട് സർക്കാരും പറഞ്ഞു ഇവരെ രക്ഷിക്കണം. നേരത്തെ എന്താ പറഞ്ഞത്? അവിടെ ഇടപെടണ്ട, അവരെന്തെങ്കിലും ചെയ്യട്ടെ, അവര് നമ്മുടെ രാജ്യത്തെ നയിച്ചു തരും. ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവർക്ക് ഒരുപാട് ലാഭം ഉണ്ടായി. ഈ ലാഭം ഉണ്ടായപ്പോൾ രാജ്യത്തിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, ഇതാ ഞങ്ങൾക്ക് കുറെ ലാഭം ഉണ്ടായിരിക്കുന്നത്, കുറച്ച് നിങ്ങൾക്ക് തരട്ടെ. ചോദിച്ചോ? നഷ്ടമുണ്ടായപ്പോൾ ഇതാ നഷ്ടം സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് സർക്കാർ സഹായിക്കണം. ഇതിനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ലാഭത്തിന്റെ സ്വകാര്യവൽക്കരണവും നഷ്ടത്തിന്റെ സാമൂഹ്യവൽക്കരണവും. ഇത് വളരെ പ്രധാനമാണ്. ഞാനും നിങ്ങളും അറിയാതെ അവർക്ക് നഷ്ടം വരുമ്പോൾ കൊടുക്കുന്നു, എന്നാൽ അവർക്ക് ലാഭം വരുമ്പോൾ എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇതാണ് നാം പഠിക്കേണ്ട ഭാഗം. നിങ്ങൾ രാഷ്ട്രീയം എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ കോൺഗ്രസോ BJPയോ ലീഗോ കമ്മ്യൂണിസ്റ്റോ എന്തോ ആവട്ടെ, ആർക്ക് വേണ്ടിയാണ് ഈ കൊള്ള നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ നമുക്കൊരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ആഗോളവൽക്കരണം ഈ രാജ്യത്തെ രക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ട്, ഈ രാജ്യത്തിലെ ജനങ്ങളെയെല്ലാം സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് അതിസമ്പന്നൻ കൂടുതൽ സമ്പന്നനാവുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് എല്ലാ മേഖലയെയും വളരെ ഗുരുതരമായി ബാധിക്കും. ഹോട്ടൽ വ്യവസായത്തെ, ബസ് വ്യവസായത്തെ, എല്ലാ മേഖലകളെയും ഇത് ബാധിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം കേരളമായിരിക്കും. അതുകൊണ്ട് കേരളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇതിന്റെ കെടുതികൾ അനുഭവിക്കുന്ന മുഴുവൻ ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സംഘടിപ്പിച്ചുകൊണ്ട് നയത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് ശക്തിപ്പെടുത്തുന്നു, അന്നേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഇതെല്ലാ മേഖലകൾക്കും ബാധകമാണ്. അധ്യാപകൻ സമരം ചെയ്യുമ്പോൾ വക്കീൽമാർ കളിയാക്കും, വക്കീൽമാർ സമരം ചെയ്യുമ്പോൾ ഡോക്ടർമാർ കളിയാക്കും, ആ ഡോക്ടർമാർ സമരം ചെയ്യുമ്പോൾ കച്ചവടക്കാരും ബസ്സുകാരും കളിയാക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എല്ലാ വിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ ഒരു ആഗോള നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തൊഴിലാളി എന്നുള്ള നിലയ്ക്ക്, അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ, ഞങ്ങൾ ബസ് മുതലാളിയല്ലേ? അല്ല, ആ മുതലാളിയല്ല. ഇവിടെ ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിഭീമനാണ്. ഇവിടെയുള്ള കേരളത്തിലെ KTC പോലും ഇവിടെ തൊഴിലാളിയുടെ ഗണത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് ആഗോള ഭീമനെ തുരത്താനുള്ള ഏക വഴി എല്ലാ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തൊഴിലാളി ബോധത്തോടുകൂടി ശബ്ദമുയർത്തുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കൂടുതൽ കരുത്തുറ്റ സമരവുമായി മുമ്പോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കെടുതികൾ അനുഭവിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പിന്തുണ നിങ്ങൾക്കുണ്ടാവും. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, നേരത്തെ 10 രൂപയുണ്ടായിരുന്ന ടിക്കറ്റ് അല്ലെങ്കിൽ 5 രൂപയുണ്ടായിരുന്ന ടിക്കറ്റ് അത് വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്കൊക്കെ, പക്ഷേ യാതൊരു വരുമാനവും ഇല്ലാത്ത ഒരു പാവപ്പെട്ടവനോ? അതുകൊണ്ട് അതുമാത്രമല്ല പോകാൻ വഴി. എങ്ങനെ ഈ വ്യവസായത്തെ സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ള രാഷ്ട്രീയം ഉൾക്കൊള്ളലാണ് ഏക പോം വഴി. അതിനുവേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് കൂട്ടായി നടത്താം. ഇന്നിവിടെ